നിലമ്പൂർ പോര് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 13 ദിവസം മാത്രം. വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. LDFും UDFും NDAയും പ്രചാരണം ശക്തമാക്കുമ്പോൾ PV അൻവറും പുതിയ തന്ത്രങ്ങളുമായാണ് ഇന്നിറങ്ങിയത്. ഉറപ്പുള്ള വോട്ടുകൾ എല്ലാവർക്കുമുണ്ട്. നിലമ്പൂരിൽ PV അൻവർ പിടിച്ചെടുക്കുന്ന വോട്ടുകളുടെ എണ്ണം കുറയ്ക്കലാണ് UDFിന്റെ മുഖ്യ ലക്ഷ്യം. താഴെത്തട്ട് മുതലുള്ള പ്രചാരണത്തിൽ വോട്ട് ചോർച്ച തടയാൻ കോൺഗ്രസ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ആര്യാടൻ ഷൗക്കത്ത് ബക്രീദ് തലേന്ന് വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. എടക്കര പഞ്ചായത്തിലെ 13 കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരെ കണ്ട M സ്വരാജ് UDF പ്രചരിപ്പിക്കുന്ന പെരുന്നാൾ അവധിയെക്കുറിച്ചും ജനങ്ങളോട് വിശദീകരിച്ചു. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മയൊരുക്കി UDFിന് മറുപടി നൽകാനും ഇന്ന് CPM മറന്നില്ല. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മൂത്തേടം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മതപുരോഹിതരെയും സാമുദായിക നേതാക്കന്മാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നിലമ്പൂർ നഗരസഭയിലെ LDF കൗൺസിൽ അംഗം JDSലെ ഇസ്മായിൽ അരഞ്ഞിക്കലിനെ തൃണമൂൽ കോൺഗ്രസിലെത്തിച്ചായിരുന്നു PV അൻവറിന്റെ പ്രചാരണ തുടക്കം. ബക്രീദിനൊപ്പം പെരുന്നാൾ വന്നതിന്റെ ആലസ്യമൊന്നും പ്രചാരണത്തെ ബാധിച്ചിട്ടില്ല. ഉയർന്നുവരുന്ന ഓരോ വിഷയങ്ങൾക്കും അപ്പപ്പോൾ മറുപടി നൽകി വോട്ടുറപ്പിക്കുകയാണ് നേതാക്കളെല്ലാവരും. ന്യൂസ് മലയാളം, നിലമ്പൂർ.